ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 16 ദിവസം പിന്നിട്ടു. ഇത്രയും ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ചെയ്തതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ നമ്മുടെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യും തോറും നമ്മുടെ വൈബ്രേഷൻ ലെവല് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ചെയ്തിട്ട് ആർക്കെങ്കിലും റിസൾട്ട് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തിയതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി ഫീൽ കൊടുത്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ചെയ്യുക. തീർച്ചയായിട്ടും മാറ്റം കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത് കർഷകരെക്കുറിച്ചാണ്. നമുക്ക് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങൾ, ധാന്യങ്ങൾ, എണ്ണകൾ മുതലായവ കൃഷി ചെയ്ത് നമ്മൾക്കെത്തിച്ചു തരുന്ന കർഷകർക്കാണ് ഇന്ന് നമ്മൾ നന്ദി എഴുതുകയും പറയുകയും ചെയ്യേണ്ടത്. വെയിലത്തും മഴയത്തും ഒക്കെ അവർ നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടാണ് സഹിക്കുന്നത്. അപ്പോൾ ഇന്ന് അവർക്കാകട്ടെ നന്ദി. ഉദാഹരണത്തിന്, ഞങ്ങൾക്ക് അന്നം തരുന്ന കർഷകർക്ക് നന്ദി. നല്ലിനം പച്ചക്കറികൾ കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തി ഞങ്ങൾക്ക് തരുന്ന കർഷകർക്ക് നന്ദി. പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്ത് തരുന്ന കർഷകർക്ക് നന്ദി. ഈ രീതിയിൽ നമ്മൾ 21 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ചെയ്യുക. ഓരോ തവണ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലുമ്പോഴും നിങ്ങളുടെ വൈബ്രേഷൻ ലെവല് കൂടുകയാണ്. താങ്ക് യു.